ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഒരു ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന കാർഡിയാക് അല്ലെങ്കിൽ കാർഡിയോ, ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്. ശരിക്കും ഈ കാർഡിയോ എക്സസൈസസ് അല്ലെങ്കിൽ ആ ഒരു ഇതാണ് നമ്മൾ ഫാറ്റ് ലോസിന് സഹായിക്കുന്നത്. ശരിക്കും വെയിറ്റ് ലോസ് എന്ന് പറയാൻ പാടില്ല, കാരണം വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ മസിൽ പോയാലും നമ്മുടെ വെയിറ്റ് ലോസ് ആവും. ശരിക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടത് വണ്ണമുള്ളവർക്ക്, അവർക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടത് ഫാറ്റ് ലോസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ അൺഹെൽത്തി ആയിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. വെയിറ്റ് കുറയുന്നു എന്ന് പറയുമ്പോൾ അത് ഫാറ്റാണോ മസിലാണോ എന്ന് നമ്മൾ അറിയണം. നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ ഫാറ്റും പോവും മസിലും പോവും. നമ്മൾ ഇതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ ചെയ്ത് കലോറി ഡെഫിസിറ്റിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവും. ഫാറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ശരീരത്തിൽ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈൻ എല്ലാം റെഡ്യൂസ് ചെയ്യുന്നതായിട്ട്, അതായത് ശരീരത്തിൽ ഇഞ്ചസ് കുറയുന്നതായിട്ട് കാണും. ഇഞ്ചസ് കുറയുന്ന മീൻസ് നമുക്ക് ഡ്രസ്സ് ലൂസാവുന്ന അങ്ങനെയെല്ലാം കാണും. അപ്പോൾ അതാണ് ഒരു ഹെയർ ലോസോ പീരീഡ്സ് മിസ്സാവാതെയോ ഇങ്ങനെയുള്ള ഇതിനെയാണ് വീക്കിലി ഒരു 500 ഗ്രാംസ് കുറയുന്നു, മന്ത്ലി 2 കിലോ കുറയുന്നു. ഇതാണ് ഒരു ഹെൽത്തി ഫാറ്റ് ലോസ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ്, അതായത് മെഷീൻസിലും വെയിറ്റ് എടുത്തും ഡംബൽ അതുപോലുള്ള പിന്നെ വേറെ മെഷീൻസ് ഇതിലെല്ലാം ചെയ്യുന്നത് വെയിറ്റ് ട്രെയിനിങ് ആണ്. അത് മസിൽ ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസാണ് വിത്ത് പ്രോട്ടീൻ റിച്ച് ഡയറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. പുതുതായിട്ട് പോകുന്ന ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇനി സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ, നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ജസ്റ്റ് വെയിറ്റ് ട്രെയിനിങ് മാത്രം ചെയ്ത് കാർഡിയോ ചെയ്യാതെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വെയിറ്റ് ലോസിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കാർഡിയോ മെഷീൻസ് എക്സസൈസ് ചെയ്യണം, യൂസ് ചെയ്യണം. അതായത് നമ്മൾ ഡെയിലി നടക്കുന്നത്, സൈക്കിൾ പോലെ അവിടെ ബൈക്ക് അത് ചവിട്ടുന്നത്. അപ്പോൾ ഇതിലൊക്കെ കിടന്ന് ഓടുന്ന ആൾക്കാരുണ്ടാവും, ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ റണ്ണിങ്, സ്പ്രിൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാർഡിയോ വർക്കൗട്ടും ഉണ്ട്. അതിൽ ഫാറ്റ് ലോസിന് വേണ്ട ആൾക്കാർ ചെയ്യേണ്ടത് ട്രെഡ്മില്ലിലാണെങ്കിൽ ഒരു 3 to 4 സ്പീഡിൽ ഇട്ടിട്ട് ഒരു ഇൻക്ലൈൻ, ആദ്യമേ പോയി 10 ഇൻക്ലൈനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കണം, ഒരു 7 or 6 ഇട്ടിട്ട്. ഇൻക്ലൈൻ മീൻസ് നമ്മൾ നമ്മൾ കയറ്റം കയറുന്ന പോലെ, അതേപോലെ ആ ട്രെഡ്മില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻക്ലൈൻ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അത് 0 ആയിരിക്കും, അത് നമ്മൾ കൂട്ടി ഒരു 3 or 4 ആക്കണം. സ്റ്റാർട്ടിങ്ങിൽ 5 or 7 ആക്കാം, നിങ്ങൾക്ക് അതാക്കി നോക്കാം. അതിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ, കാരണം എത്രത്തോളം വണ്ണമുള്ള ആളാണ് നിങ്ങളെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആദ്യമായിട്ട് നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ ആദ്യം 3 or 4 അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടിട്ടോ നടന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം സ്പീഡ്, ഇപ്പോൾ ഞാൻ പറയുന്ന ഇനി സ്പീഡ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോയ്ക്ക് ഒരു 3 or 4 സ്പീഡ് ഇടാം. അതും തുടക്കക്കാർക്ക് പോയിട്ട് 3 സ്പീഡിൽ പെട്ടെന്ന് നമ്മൾ ഒരു മോളിലൊക്കെ എസ്കലേറ്ററിൽ നടക്കുമ്പോൾ ഒരു ഫീൽ ആയിരിക്കും ആദ്യമായിട്ട് ട്രെഡ്മില്ലിൽ കയറിയിട്ട് നടക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറവിൽ നിന്ന് തന്നെ തുടങ്ങാം. മീൻസ് 3 സ്പീഡൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആ ഒരു സ്പീഡും ആ ഒരു ഫ്ലാറ്റായിട്ട് ആദ്യം നടന്നു നോക്കുക, പിന്നെ ഇൻക്ലൈൻ ആക്കുക. പക്ഷേ ഈ ഒരു ലോ ഇൻറ്റൻസിറ്റി, പക്ഷേ ഒരു സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തണം. ഒരു 3 or 4 ഇൻക്ലൈനും ഒരു 10 ഇൻക്ലൈനും ഒരു 3 or 4 സ്പീഡിലും നമ്മൾ നടക്കാൻ ശ്രമിക്കുക. ആ ഒരു ലെവലിൽ നമ്മൾ ഡേ ബൈ ഡേ എത്തും.